കഴിഞ്ഞ ദിവസമാണ് പത്മജയെ LDF-ൽ എത്തിക്കാനായി ചർച്ച നടത്തിയിരുന്നുവെന്ന സമ്മതിച്ചുകൊണ്ട് ദല്ലാൽ നന്ദകുമാർ മാതൃഭൂമി ന്യൂസിലൂടെ പ്രതികരണം നടത്തിയത്. EP ജയരാജന്റെ ആവശ്യപ്രകാരമാണ് പത്മജയുമായി ചർച്ച നടത്തിയതെന്നും ഇന്നലെ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിരുന്നു. വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്തായിരുന്നു ഈ ചർച്ച. പത്മജ സൂപ്പർ പദവികൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ചർച്ചയ്ക്ക് മുന്നോട്ട് പോയില്ല, തുടർച്ചയുണ്ടായില്ല എന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിരുന്നു. അതൊന്ന് കേൾക്കാം. പത്മജ വേണുഗോപാൽ തൃക്കാക്കര ഇലക്ഷൻ സമയത്ത് LDF-ലേക്ക് വരാനൊരു ചർച്ച നടന്നിരുന്നു. താങ്കളാണ് അന്ന് ചർച്ച നടത്തിയതെന്നാണ് ഉയർന്ന ആരോപണം. എന്തായിരുന്നു അതിന്റെ വസ്തുത? തൃക്കാക്കര ബൈ ഇലക്ഷൻ സമയത്താണ്. തൃക്കാക്കര ബൈ ഇലക്ഷൻ്റെ നിയോജകമണ്ഡലം ചുമതല EP ജയരാജനായിരുന്നു. അന്ന് അദ്ദേഹം ഈ വിഷയം ഞാനും അദ്ദേഹം കൂടി സംസാരിച്ചു. അന്ന് പത്മജ വേണുഗോപാൽ ദുബായിലായിരുന്നു. അവരെ വിളിച്ച് LDF-ൻ്റെ ഭാഗമാകാൻ പറഞ്ഞു. അവർക്കതനുസരിച്ചുള്ള പരിഗണന LDF കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സപ്പോർട്ടിംഗ് സഹായം എടുത്ത ആളാണ് പത്മജ വേണുഗോപാൽ. ഞാൻ തന്നെയാണ് പത്മജ വേണുഗോപാലിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത്. പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള എന്തോ തസ്തിക വേണമെന്നുള്ളൊരു ആവശ്യത്തിലേക്ക് വന്നുകൊണ്ടാണ് അന്നത്തെ ആ LDF-ൻ്റെ ഭാഗമാവാൻ കഴിയാതെ പോയത്. പത്മജ വേണുഗോപാലിനോട് എൻ്റെ ഫോൺ വഴി സംസാരിക്കുകയാണ് ചെയ്തത്. താല്പര്യത്തോടു കൂടി തന്നെ സംസാരിച്ചു. അത് മുഖ്യമന്ത്രിയോടും ശ്രദ്ധയിൽ EP സംസാരിച്ചതിന് ശേഷം രണ്ടാമത് സംസാരിച്ചു. പത്മജ വേണുഗോപാൽ അടിയന്തരമായി ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ചും വന്നതിന് ശേഷം പിന്നെയുള്ള ഈ പരിഗണനയുടെ സൂപ്പർ പരിഗണനകൾ വേണമെന്നുള്ളൊരു ഡിമാൻഡാണ് അതിന് തടസ്സമായി എന്നാണ് എൻ്റെ അറിവ്. ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനമായിരുന്നു അന്ന് വാഗ്ദാനം. എന്നോടന്ന് എന്തായിരിക്കണം പത്മജയെ പരിഗണിച്ചാലെന്നുള്ള ഞങ്ങളൊരു ഇൻറ്റേർണൽ സംസാരം വന്നപ്പോൾ വനിതാ കമ്മീഷനാണല്ലോ ഒരു വനിതയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു തസ്തിക, അതിനെക്കുറിച്ച് അന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംസാരം നടന്നു. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ല, ഒരു പരിഗണന കൊടുത്ത്, പക്ഷെ സൂപ്പർ പരിഗണന എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് അന്ന് നടക്കാണ്ട് പോയത്. കോർപ്പറേറ്റ് വ്യവഹാരി, രാഷ്ട്രീയ ഇടനിലക്കാരൻ, അങ്ങനെ കേരളത്തിൻ്റെ മുൻകാല ചരിത്രത്തിലൊക്കെ പല വിവാദ ഘട്ടങ്ങളിലൊക്കെ വന്നു പോയിട്ടുള്ള മുഖമാണ് ഈ നന്ദകുമാർ എന്ന വ്യക്തി. ആ നന്ദകുമാറിനെ ഇറക്കിയാണ് കളിച്ചത് എന്ന് അദ്ദേഹം തന്നെയാണ് സമ്മതിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് EP ചേർത്ത് വെച്ചുകൊണ്ട് സംസാരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ മറ്റ് ചില വശങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. ശ്രീ റെജി ലൂക്കോസ്, ഒപ്പം VR അനൂപ്, കോൺഗ്രസിൻ്റെ നിരീക്ഷകൻ നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. ശ്രീ റെജി ലൂക്കോസ്, ഈ രാഷ്ട്രീയ ചൂടൊക്കെ വരുന്ന സമയത്ത്, കാരണം തൃക്കാക്കര ഇലക്ഷൻ സമയമൊക്കെ ആയിരുന്നു ഇതിൻ്റെ ചർച്ചകൾ നടന്നതെന്ന് പറയുന്നു, അപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി പാർട്ടിയൊക്കെ മുന്നണിയിലേക്ക് കൊണ്ടുവരിക, അതൊക്കെ ചർച്ചകൾ നടത്തുക, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അവിടെ ഒരു ഇടനിലക്കാരൻ, ഒരു വിവാദ ദല്ലാൾ, ഒരു ശരികേട് പലതുണ്ട് എന്ന് കേരളത്തിന് ഒക്കെ ബോധ്യപ്പെടുന്ന ഘട്ടങ്ങളിലൊക്കെ എത്തിയിട്ടുള്ള ഒരാളെ ഇതിനായി കളത്തിലേക്ക് ഇറക്കി എന്ന് പറയുമ്പോൾ അതെന്താണ് മനസ്സിലാക്കേണ്ടത്? നന്ദകുമാർ പറയുന്ന കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ടോ? എന്താണ് പാർട്ടിയുമായിട്ടൊക്കെ റെജി ലൂക്കോസ് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്? കാരണം ഒന്നുകൂടി പറയുന്നു, EP അത് അതിനോട് പ്രതികരിക്കാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് കേരളം മനസ്സിലാക്കേണ്ടത്? അല്ല, കേരളം മനസ്സിലാക്കേണ്ടത് വളരെ വ്യക്തമാണ്. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതും കേരളത്തിലെ ജനത്തിന് അറിയാവുന്നത് ഇത് LDF ആണ്, CPM ആണ്. CPM-ലേക്ക് LDF-ലേക്ക് ഏതെങ്കിലും ഒരു നേതാവ് എത്തിച്ചേരുന്ന ഒരു ഇടനിലക്കാരുടെ ആവശ്യമില്ല. അത് ആശയപരമായ രീതിയിലുള്ള യോജിപ്പ് കൊണ്ടാണ് സാധാരണ CPM-ലേക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകൾ എത്തുന്നത്. അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ട്രാക്ക് റെക്കോർഡുകൾ, അവർ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ അവർ ഇന്നുവരെയുള്ള അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സുതാര്യതയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM ഓരോ നേതാക്കന്മാരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഒന്നിരുടെ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. KP അനിൽകുമാർ KPCC ജനറൽ സെക്രട്ടറിയും KPCC ഓഫീസിന്റെ ചാർജുമുള്ള, KPCC പ്രസിഡന്റ് തൊട്ടടുത്ത അധികാരമുള്ള ഒരു നേതാവായിരുന്നു. അദ്ദേഹം കൊയിലാണ്ടിയിൽ മത്സരിച്ചിട്ടുണ്ട്. വലിയൊരു ട്രാക്ക് റെക്കോർഡുള്ള KP അനിൽകുമാറിനെ CPM-ലേക്ക് അദ്ദേഹം ചേരണമെന്ന് ആവശ്യപ്പെട്ട്, പരസ്യമായിട്ട് തന്നെ ആവശ്യപ്പെട്ട് അദ്ദേഹം വന്നു. ഇന്ന് അദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ CPM-ന്റെ ഒരു മുന്നണി പോരാളിയായിട്ട് തന്നെ അദ്ദേഹം LDF പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഒരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നു. ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇതുപോലെ തന്നെയാണ്. കഴിഞ്ഞ നമ്മുടെ നിയമസഭയിൽ അദ്ദേഹം നെടുമങ്ങാട് LDF സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചു. ഇപ്പോഴത്തെ നമ്മളുടെ GR അനിൽ എന്ന് പറഞ്ഞ മന്ത്രിക്കെതിരെ മത്സരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് ആശയപരമായിട്ട് ആ പാർട്ടിയോട് യോജിക്കാൻ കഴിയാതെ ഇടതുപക്ഷമാണ് ശരി, അല്ലെങ്കിൽ CPM ആണ് ശരി എന്നുള്ള ആശയം അദ്ദേഹത്തിൽ ഉണ്ടായപ്പോൾ അദ്ദേഹം പാർട്ടിയെ സമീപിച്ചു. അദ്ദേഹത്തിനെ വെൽക്കം ചെയ്തു. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയോടൊപ്പം നിൽക്കുന്നു. ദേവസ്വം ബോർഡ് ചെയർമാനാണ്. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് O വാസുവിന്റെ കഥ ഇതിൽ കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അദ്ദേഹം RSSന്റെ സമുന്നത നേതാവായിരുന്നു. ഏതാണ്ട് 4 നൂറ്റാണ്ടിന് മേൽ അവരുടെ RSSന്റെ മേൽത്തട്ടിൽ തന്നെ
അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സമന്വയ നേതാവായിരുന്നു അദ്ദേഹം. സാധാരണ മലബാർ മേഖലയിലുള്ള RSSകാര് ഭയം കൊണ്ടാണ് ഇപ്പൊ അതിനകത്ത് തുടരുന്നത്. അദ്ദേഹം സധീരം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഞാനിത് വിടുവാണെന്ന് പറഞ്ഞു. ഇടതുപക്ഷമായ പ്രസ്ഥാനങ്ങളാണ് ശരിയെന്ന് തോന്നി. അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ CPM-ലേക്ക് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ CPM-ന്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. അതൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം അങ്ങനെ എത്രയോ പേര് അവിടെ കൊണ്ടുവന്ന് നല്ല നല്ല പദവികൾ CPM നൽകിയിട്ടുണ്ട്. നൽകാത്തവരും ഉണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ ഇവിടെ വിഷയം അതല്ല. ഇവിടെ ഒരു പ്രമുഖ നേതാവിനെ അല്ലെങ്കിൽ പത്മജയോട് ആശയവിനിമയം നടത്താൻ വളരെ എളുപ്പമാണ്. അവിടെയാണ് ഒരു ഇടനിലക്കാരനായ ഒരു വ്യക്തി, ഒരു ദല്ലാള് വന്ന് പറയുന്നത് EP-ക്ക് വേണ്ടി സംസാരിച്ചു, EP ജയരാജന് വേണ്ടി സംസാരിച്ചു എന്ന് പത്മജ പറയുന്നു. വിളിച്ച കാര്യം പത്മജ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് 2 നേതാക്കളുമായിട്ടാണ് കൂടുതലായി ഞാൻ ഈ ആശയവിനിമയം നടത്തിയത് എന്ന് പത്മജ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഈ നന്ദകുമാർ വിളിച്ചു എന്ന കാര്യം പത്മജയും പറയുന്നുണ്ട്. അല്ല, നന്ദകുമാർ വിളിച്ചു കാണും. നന്ദകുമാർ ഒരു ബ്രോക്കറല്ലേ, ഇടനിലക്കാരനല്ലേ. ഒരു കേരളത്തിൽ പല തവണയായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ ഇടനിലക്കാരെന്നുള്ള വേഷം കെട്ടി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇറ്റലിക്ക് നടത്തിയ ഒരു വിമാനയാത്രയിൽ ഇദ്ദേഹം ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹം ആവശ്യപ്പെട്ട അതിന്റെ ചിത്രങ്ങളൊക്കെ അദ്ദേഹം പുറപ്പെടുവിച്ചു. ഇടനിലക്കാരൊക്കെ അങ്ങനെയാണ്. ഒരുപക്ഷെ പത്മജ വേണുഗോപാൽ എന്തിനാണ് EP ജയരാജൻ എന്തിനാണ് ഈ ഇടനിലക്കാരന്റെ സഹായം എന്തിനാണ്? അല്ല, EP ജയരാജൻ ഈ വാർത്ത ഓൺ ചെയ്തോ? അദ്ദേഹം സമ്മതിച്ചോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളവരും? EP ജയരാജനാണ് ഈ ഇടനിലക്കാരനെ നിയോഗിച്ച് എന്നെ വിളിച്ചു എന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. ഇല്ല, പത്മജ വേണുഗോപാല് കോൺഗ്രസിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് അതൃപ്തിയായിരുന്നുവെന്നും പാർട്ടി വിടാൻ ആഗ്രഹിക്കുന്നുവെന്നും ഒരു സമയത്ത് ദുബായിൽ മകളോടൊപ്പം ജീവിക്കണമെന്നും ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി വനിതകൾക്ക് ഒരിക്കലും പ്രവർത്തിക്കാൻ പറ്റാത്തതാണെന്ന് അവരെ ദുരുപയോഗം ചെയ്യുന്ന പാർട്ടിയാണെന്നൊക്കെ അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്ക് ഒരുപക്ഷെ ശരിയെന്ന് തോന്നി ഭരണാകരന്റെ മകളെന്നുള്ളതെങ്കിൽ അവരെ ഇടതുപക്ഷത്തോട് അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കന്മാർ ഉന്നത നേതാക്കന്മാരുടെ അടുത്ത് അവർ സമീപിച്ചിട്ടുണ്ടായിരിക്കാം. ഇതെല്ലാം ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ഒരു ഇടനിലക്കാരൻ അവരെ വിളിച്ചു എന്ന് പറയുന്നത് സ്വാഭാവികമായിരിക്കും. കാരണം അയാള് ആരെല്ലാം വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് CPM-നെ എങ്ങനെയാ കണക്ട് ചെയ്യുന്നത്? EP ജയരാജനെ എങ്ങനെ കണക്ട് ചെയ്യും? കാരണം EP-യുമായിട്ടുള്ള ബന്ധം എന്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് ആകസ്മികമായി നമുക്കിത് തോന്നുന്നതല്ല. കാരണം ഞാൻ തന്നെ ഒരു ദൃശ്യം കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക്, നമ്മൾ കഴിഞ്ഞ 2023 ഒരു ദൃശ്യമാണ്. ആ ദൃശ്യം ഒന്ന് കണ്ടുവരാം. ആ ദൃശ്യം ഒന്ന് നോക്കൂ. കാരണം ഈ ദൃശ്യം എന്നാൽ ഇതാണ്. കാരണം EP ജയരാജൻ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി നടത്തിയ ജനകീയ പ്രതിരോധ ജാഥ സമയത്ത് ആ ജാഥയിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് നന്ദകുമാറിൻ്റെ അമ്മയെ ആദരിക്കാൻ വേണ്ടി പോയ ചടങ്ങാണ്. അപ്പോൾ നന്ദകുമാർ ഉറ്റവനാണ്, സ്നേഹിതനാണ്, ആ ബന്ധം വളരെ വ്യക്തമാണ്. ആ പൊതുസമൂഹത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ഇവരുടെ ബന്ധത്തെ പറ്റിയൊന്നും ഒരു തെറ്റുമില്ല. അപ്പോൾ ചില കാര്യങ്ങൾ ചോദിക്കേണ്ടി വരിക, അതിൽ അസ്വാഭാവികത ഉണ്ടോ എന്നൊക്കെ ഉയരുന്ന ചോദ്യങ്ങൾ, അതിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ ശ്രീ റെജി ലൂക്കോസ്? അന്ന് ആ വിഷയത്തിൽ മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകളിൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള അത് ഇങ്ങനെ ഒരു ആരോപണം പുറത്തു വന്നു. അദ്ദേഹത്തിന്റെ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കാനായിട്ട് EP ജയരാജൻ ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷറെ കേരള യാത്രയിൽ പങ്കെടുക്കാൻ അതിനകത്ത് എറണാകുളത്ത് എത്തിയെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ വസ്തുത എന്തായിരുന്നു? ആ ക്ഷേത്ര ഭാരവാഹികള് അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് അദ്ദേഹം എറണാകുളത്തുണ്ടായിരുന്ന അറിഞ്ഞുകൊണ്ട് വിളിച്ചു. അവിടെ നിന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അവിടെ ചെന്നതിന് ശേഷമാണ് ഈ അമ്മയെ കൂട്ടിക്കൊണ്ട് ഈ നന്ദകുമാർ അവിടെ വരുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ് ഈ നന്ദകുമാർ. അല്ല, അത് മനസ്സിലായില്ലേ? നന്ദകുമാർ മാത്രമല്ലോ ഭാരവാഹികള്. അപ്പൊ അദ്ദേഹം ഒരു ഷാൾ ഇടണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ഷാൾ ഇട്ടു. അതാണ് അതിന്റെ വസ്തുത എന്നുള്ളത്. ക്ഷേത്രത്തിന്റെ മുഖ്യ ഭാരവാഹി നന്ദകുമാറാ. മറ്റുള്ളവരെല്ലാം അത് സാക്ഷികളെല്ലാം അത് സ്ഥിരീകരിച്ചത് വസ്തുതയാണെന്നുള്ളവരും. അപ്പൊ അന്ന് തന്നെ ഇതുപോലെ വിവാദ നായകനായ ഒരു നന്ദകുമാറിന്റെ കൊണ്ട് ഈ പത്മജ വേണുഗോപാലെ പോലുള്ള ഒരു സമുന്നത നേതാവിനെ വിളിക്കേണ്ട, അല്ലെങ്കിൽ അവരെ CPM-നെ അടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗതികേട് CPM-നുണ്ടെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരെന്ന് മനസ്സിലാക്കും. ഫോണിൽ അടുത്തിരുന്ന് വിളിക്കാൻ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു വ്യക്തത വേണം. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ അനൂപ്, VR അനൂപ്, എന്താണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? കാരണം CPM നേരത്തെ തന്നെ ചരടുവലി നടത്തിയിരുന്നു BJP പാളയത്തിലേക്ക് പത്മജ പോകുന്നതിന് മുൻപേ. കാരണം CPM-നെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിലേക്ക് ആരെങ്കിലും ഒക്കെ വരിക എന്നുള്ളത് അതൊന്നും ഒരു പാർട്ടിയുടെ അവകാശമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്ന് ട്രാക്ക് റെക്കോർഡ് മോശപ്പെട്ട ഒരു വ്യക്തി വന്ന് കേരളത്തോട് പറയുകയാണ്. അവിടെ EP-ക്ക് വേണ്ടിയാണ് ഇടപെട്ടത് എന്ന്. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒന്നാമതായി CPM പോലൊരു പാർട്ടി ഇത്തരം ചർച്ചകൾ നടത്തുന്നത് ആദ്യമായിട്ടല്ല. അതിൽ അത്ഭുതകരമായി
എന്തെങ്കിലും ഒന്ന് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ബഹുമാൻ റെജി ലൂക്കോസ് പറഞ്ഞത് ഇതൊക്കെ ആശയപരമായ ഐക്യം കൊണ്ട് CPM-ലേക്ക് വരുന്ന ആളുകളാണെന്നൊക്കെയാണ്. എന്ത് ആശയപരമായ ഐക്യം? എന്തിനാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ പ്രശാന്ത് തൊട്ടടുത്ത UDF തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി മത്സരിച്ച ആളാണ്. അദ്ദേഹത്തിന് തോറ്റതിനു ശേഷം പെട്ടെന്നൊരു ദിവസം ആശയപരമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ CPM-നെതിരെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഒരാൾക്ക് പൊടുന്നനെ ഒരു ആശയപരമായ ഒരു വെളിപാടുണ്ടാവുകയാണ്, CPM-ലേക്ക് പോവുകയാണ്. KP അനിൽകുമാർ അദ്ദേഹം കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിനും ഈ പറയുന്ന ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് ആശയപരമായ ഒരു പുതിയ ബോധോദയം അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്കൊരു വ്യതിചലനം ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ വാസു മാസ്റ്ററുടെ കാര്യം ഇതിൽ രസകരമാണ്. അദ്ദേഹം അവിടുത്തെ BJP-യിലെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ മൂലം BJP വിട്ട് നേരെ CPM-ലേക്ക് വരികയല്ല, BJP-ക്ക് തീവ്രത പോരാ എന്ന് പറഞ്ഞ് നമോ വിചാർ മഞ്ച് രൂപീകരിച്ച് മുന്നോട്ട് പോകുന്ന വേളയിലാണ് CPM-ലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന BJP-യുടെ ഹിന്ദുത്വ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPM-ലേക്ക് വരുന്നതല്ല. BJP-യുടെ ഹിന്ദുത്വത്തിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് കേരളത്തിലെ BJP പരാജയമാണെന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയുടെ പേരിൽ നമോ വിചാർ മഞ്ച് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കി. എന്നിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അതിനൊക്കെ ആശയത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഘടകം അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ ഒരു ദൗർബല്യങ്ങൾ ഉണ്ടല്ലോ. നമ്മൾ അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വിശാലമായ ചർച്ചയിലേക്ക് പോകേണ്ടി വരും. കോൺഗ്രസിന്റെ കൂടി ദൗർബല്യങ്ങൾ, അവിടെ ഇനിയും ആളുകൾ എത്രയോ ഒരു ടീം പോലെ പോകാൻ നിൽക്കുന്നു BJP-യിലേക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിലേക്ക് പരുവപ്പെടുത്താനും ഒക്കെയുള്ള സംഘടനാശേഷിയുടെ ദൗർബല്യമാണ്, ദുർബലതയാണ്. അപ്പോൾ അത് ഇനിയും ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ചർച്ച ചെയ്യുകയാണ്. എന്നാൽ തമാശയ്ക്ക് പറഞ്ഞ പോലെ ആരൊക്കെയാണ് ഇനി BJP-യിലേക്ക് പോകാൻ നിൽക്കുന്നവർ പറഞ്ഞപ്പോൾ ഒരു ആൾ പറഞ്ഞത് ഇതാണ്, അത് പോകാതിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് ആയിരിക്കും എടുക്കുന്നതായിരിക്കും എളുപ്പമെന്ന്. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിന്റെ ദുർബലത കൂടി കാണിക്കുന്നതാണ്. ഞാനിവിടെ നമ്മളെ ചർച്ചയുടെ കോണ്ടസ്റ്റ് ഇതാണ്, ദല്ലാളിന്റെ ഒരു ഇടപെടലാണ്. എങ്കിൽ കൂടിയും അങ്ങനെ ഒരു വശം കൂടി അതിലുണ്ട്. അല്ല, കോൺഗ്രസിന്റെ ദൗർബല്യത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നവുമില്ല. കോൺഗ്രസിൽ നിന്ന് പത്മജ വേണുഗോപാൽ ആര് പോയാലും ഈ പറയുന്നതിനെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നും ഒരു കോൺഗ്രസ് പ്രവർത്തകനോ നേതാവിനോ ഇല്ല. നമ്മൾ ഈ കോൺഗ്രസ് BJP-യിലേക്ക് പോയ ആളുകളുടെ കണക്കെടുക്കുമ്പോൾ ആദ്യം കേരളത്തിൽ പോയ ഒരു പ്രമുഖ നേതാവ് എന്ന് പറയുന്നത് ആരാ? പി വിശ്വനാഥ മേനോൻ. EK നായനാർ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രി ആയിരുന്നു എന്ന് മാത്രമല്ല, ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസ് പോലെ ഉള്ളൊരു കേസിൽ പ്രതിയായിട്ടുള്ള അത്ര വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് സംഘടനാ ഭൂതകാലമുള്ള ഒരാളാണ് പോയത്. പത്മജ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവൊന്നും വി വിശ്വനാഥ മേനോന്റെ തരത്തിലുള്ള രാഷ്ട്രീയമായ അനുഭവ പരിചയമുള്ള ആളാണെന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും പറയില്ലല്ലോ. അതല്ലല്ലോ വിശ്വനാഥ മേനോൻ. അദ്ദേഹം 1948 പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ പ്രതിയായ മനുഷ്യനാണ്. കേരളത്തിലെ മുഖ്യധാരയിൽ RSS-ന് BJP-ക്ക് ഉണ്ടായിരുന്ന അസ്പൃശ്യത മാറ്റിക്കൊണ്ട് പോയൊരാളാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്താൽ രണ്ട് പാർട്ടിയിൽ നിന്നും പോയിട്ടുണ്ട്. ഈ പറയുന്ന അൽഫോൺസ് കണ്ണന്താനം UDF-ന്റെ LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിന് ശേഷം പോയിട്ടുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യാം. പക്ഷെ ഇന്നത്തെ ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എന്താ? ദല്ലാൽ നന്ദകുമാറിനെ പോലൊരു മനുഷ്യന് CPM മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ വ്യവഹാരത്തിനകത്ത് എന്താണ് റോൾ എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ പറഞ്ഞു, EP ജയരാജൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി നടത്തുന്ന അത്യന്തം ഗൗരവതരമായ ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് ജാഥയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ അമ്പലത്തിൽ ഈ വെണ്ണല ശിവക്ഷേത്രം എന്ന് പറയുന്നത് ഏതാണ്ട് നന്ദകുമാർ നടത്തുന്ന ഒരു കുടുംബക്ഷേത്രം പോലെയുള്ള ഒന്നാണത്. നന്ദകുമാറാണ് അതിന്റെ എല്ലാം. അപ്പൊ അവിടെ പോകുന്നു. അപ്പോ ഈ പറയുന്ന ഇദ്ദേഹം പ്രിയപ്പെട്ട റെജി ലൂക്കോസ് പറയുന്നത് എന്താ? അവിടെ ചെല്ലുന്നു, അപ്പോൾ ഒരു ഷാള് കാണുന്നു, അമ്മ പ്രത്യക്ഷപ്പെടുന്നു, വളരെ യാദൃശ്ചികമായി ആ ഷാള് ഇടേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നത് ആരെ പറ്റിക്കാനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? വളരെ കൃത്യമായി ഇദ്ദേഹത്തിന്റെ അമ്മയെ ആദരിക്കാനുള്ള ഒരു ചടങ്ങ് അവിടെ നടത്തപ്പെടുകയും അതിൽ മുഖ്യാതിഥിയായി ഈ പറയുന്ന LDF-ന്റെ കൺവീനർ EP ജയരാജൻ പോവുകയും ചെയ്തു എന്ന് പറയുന്നത് വസ്തുതയാണ്. അദ്ദേഹം പോയി, അതിനെന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ അതിൽ ഭൗതികമായൊരു സത്യസന്ധതയുണ്ട്. ഇത് ഒരു അമ്പലത്തിലേക്ക് പോയി, അവിടെ വെച്ച് ഷാള്, അവിടെ വെച്ച് അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കുന്നതിനോട് സഹതാപം മാത്രമാണുള്ളത്. തീർച്ചയായും വരുന്ന ആളുകളിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം
CPM അതിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ്, രാഷ്ട്രീയപരമായ വ്യവഹാരങ്ങൾ നടത്താൻ എന്ന് മുതലാണ് ദല്ലാളുമാരെ ഏർപ്പെടുത്തി തുടങ്ങിയത് എന്നുള്ളതാണ് വളരെ കൃത്യമായ ചർച്ചയാണ്. തീർച്ചയായും അതാണ് ശ്രീ രജി ലൂക്കോസ് അതാണ് ചോദിക്കുന്നത്. കാരണം ഈ മുഖ്യമന്ത്രി ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുന്ന സമയത്ത് തന്നെ ചില അവതാരങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു അന്നാണെന്ന് തോന്നുന്നു. പല അവതാരങ്ങളും വന്നു പോയേക്കാം. അത് ഭരണപരവുമായി ബന്ധപ്പെട്ടേക്കുള്ള കാര്യങ്ങളിലാണെങ്കിലും പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നീക്കങ്ങൾക്ക് ഒരു വിവാദ ദല്ലാൾക്ക് കേരളത്തിൽ ഈ കോർപ്പറേറ്റുകൾക്ക് ഇടനിലനിന്നിട്ടുള്ള അറിയാമല്ലോ, VS-ന്റെ കാലത്തടക്കം പിന്നീട് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ജഡ്ജിമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതടക്കം പാർട്ടി തന്നെ പി കരുണാകരൻ കമ്മീഷനെ വെച്ചതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതിലൊക്കെ നിന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇവിടെ ഒരു സ്പേസ് കിട്ടുകയാണ്. പറയാനും പോലും ഒരു സ്പേസ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അത് വളരെ വിചിത്രമായ രീതിയിലുള്ള ഒരു ചോദ്യമാണ്. കാരണം ഒരു ഇടനിലക്കാരനായ നന്ദകുമാർ, നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. EP ജയരാജനോട് ബന്ധപ്പെട്ട് അദ്ദേഹം EP ജയരാജൻ കണ്ണൂരിൽ കൊച്ചിയിൽ വന്ന് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവിന്റെ ഹോസ്പിറ്റലിൽ അദ്ദേഹം ഗുരുതരാവസ്ഥയിലുള്ള ഒരു ബന്ധുവിനെ കാണാനെന്നുള്ളത് ഇതല്ല. അന്ന് നമ്മള് പിന്നെ സർവ്വതചരണം പോലെ തന്നെ സംസാരിച്ച് അല്ലെങ്കിൽ ചർച്ച ചെയ്ത് അതിന്റെ ക്ലാരിറ്റി വരുത്തിയൊരു വിഷയമാണ്. ഇവിടെ അദ്ദേഹത്തിന് ഇപ്പം വാർത്തകളിൽ ഇടം പിടിക്കാനായിട്ടൊരു പിന്നെ നടത്തിയൊരു നാടകമായിരിക്കാം. എന്താ തർക്കരിക്കുന്ന കാര്യത്തിൽ ഇതിൽ തന്നെ ബന്ധപ്പെട്ടു എന്ന് പറയുന്ന EP നന്ദകുമാർ എന്റെ ഫോൺ കോൾ വന്നിരുന്നു എന്നുള്ളവരും പത്മജ വേണുഗോപാൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ സിമ്പിൾ ലോജിക്ക് പറയാം. പക്ഷേ ഇച്ചിരി കടന്ന കാര്യമാണെങ്കിൽ ഞാൻ അത് വേറെ വശമാണെങ്കിലും പറയാം. സിമ്പിൾ ലോജിക്കിലാണെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ. കാരണം രണ്ടുപേരുടെയും ആ സമയത്ത് ടവർ ലൊക്കേഷൻ വേണമെങ്കിൽ പരിശോധിക്കാം. EP-യുടെയും ഇദ്ദേഹത്തിന്റെയും ഒക്കെ. EP-ക്ക് വേണമെങ്കിൽ പറയാം എന്നെ പഴിചാരി ഇയാൾ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ അത് ബോധ്യപ്പെടണം. അതിലേക്കൊരു ആഴ്ന്നുള്ളൊരു പ്രതികരണത്തിലേക്ക് EP-യും പോകുന്നില്ല. അപ്പോൾ പല ചിന്തകളും സ്വാഭാവികമായിട്ടല്ലേ ശ്രീ രജി ലൂക്കോസ് ഉയരുക? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പിന്നെ പ്രതീക്ഷിച്ച ബോധ്യമുള്ള കാര്യം കേരളത്തിൽ ഏതെങ്കിലും ഒരു നേതാവിനെ മറ്റു പാർട്ടികളിൽ നിന്നും ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ഗതികേട് CPM-നില്ല. കേരളത്തിൽ ഇന്നിപ്പോ ഞാൻ ഉദാഹരണം പറയാം. ഇന്നിപ്പോ ഒരു 15 മിനിറ്റ് മുമ്പ് ബാത്റൂമിലാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടൊരു ബ്രേക്കിംഗ് വാർത്ത പറയാം. അതിനകത്ത് K. സുരേന്ദ്രൻ പത്രക്കാരോട് പറയുന്നു, കോൺഗ്രസിൽ നിന്ന് നിരവധി ഉന്നത നേതാക്കന്മാര് ഞങ്ങളെയുമായിട്ട് ചർച്ചയിലാണ്, ഉടനെ തന്നെ അവർ കേരളത്തിൽ പിന്നെ BJP ചേരുമെന്ന് പറഞ്ഞു. ഇന്ന് ദേശീയ തലത്തിൽ 4 നേതാക്കന്മാര്, ഒരു മുഖ്യമന്ത്രിയുടെ ഭാര്യ സഹിതം മുൻ മുഖ്യമന്ത്രിയുടെ ഭാര്യ സഹിതം 4 നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട്. കാലാവസ്ഥ പ്രചരണം പിന്നെ പ്രവചനം പോലെയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇന്ന് ഇത്ര എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് പിന്നെ BJP-യിൽ കയറുന്നത്. കേരളത്തിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം ഞാൻ വളരെ അടിവരായിട്ട് പറയുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ഒരുപക്ഷെ ഇപ്പോൾ പ്രവേശിക്കാനായിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്ന നിരവധി കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ഒരു തർക്കമില്ല കാര്യത്തിൽ. അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാം. പക്ഷെ അവർക്ക് ഏതെങ്കിലും ഒരാൾ വന്ന് നാളെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് കിട്ടുന്ന ഒരു പാർട്ടിയല്ല. കാരണം ഞാൻ മെമ്പർഷിപ്പ് ഉള്ള ആൾ, എനിക്കറിയാം ഈ പാർട്ടിയിലെ മെമ്പർഷിപ്പ് കിട്ടിയ എങ്ങനെയാണല്ലോ. അത് ട്രാക്ക് റെക്കോർഡും അയാളുടെ പ്രവർത്തന പാരമ്പര്യങ്ങളും അയാളുടെ സുതാര്യതയും അയാളുടെ ആശയപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിനു ശേഷം വർഷങ്ങളുടെ ഒരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഉദാഹരണം 2-3 പേരുടെ പേര് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിൽ കേരളത്തിനെ സംബന്ധിച്ചോളം ഈ കോൺഗ്രസ് ശരിയാണ് ശ്രീ രജി ലൂക്കോസ്. അവിടെയൊക്കെയാണ് ഒരു മോശക്കാരനെ ആ ചരട് വലിക്ക് ഉപയോഗിക്കുന്നത് ശരിയോ എന്നുള്ളതാണ്. അതിന് EP-യുടെ പേര് പറയാനുള്ള സ്വാതന്ത്ര്യം വളരെ കൂളായിട്ട് മാധ്യമങ്ങളിൽ വന്നിരുത് പറയാനും ഒരു വിവാദമല്ല ആൾക്ക് കഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ VR അനൂപ്, നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ട്, വിശ്വാസത്തിൽ പ്രവർത്തകരെ എടുക്കാത്തത് കൊണ്ട് ഒക്കെ തന്നെ ഒരുപാട് പേർ അസംതൃപ്തരാണ്. പലരുമൊക്കെ തന്നെ പോകാൻ നിൽക്കുന്ന ആളുകളുമുണ്ട്. കൂടുതൽ പേരും BJP ഒരു ഓപ്ഷനായി എടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? മറിച്ചതല്ല, ഒരു മതേതര പാർട്ടിയാണ് CPM. അവിടേക്ക് പോകാൻ അല്ലെങ്കിൽ നടക്കുന്ന ചർച്ചകളെ നമുക്ക് അപ്പാടെ തള്ളിക്കളയേണ്ടതുണ്ട്. കാരണം എന്തായാലും നിങ്ങൾ ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ഒരേ ബെഞ്ചിൽ ഇരിക്കേണ്ടവരാണ്. അതിനപ്പുറത്തേക്ക് രജി ലൂക്കോസ് ചോദിക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചാടിപ്പോകാൻ കോൺഗ്രസ്സുകാർ നിൽക്കുന്നതും എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അക്കാര്യത്തിൽ കൂടി ഒരു ചുരുക്കിയ വാക്കുകളിൽ മറുപടി. രജി ലൂക്കോസ് പറഞ്ഞതിലേക്ക് തന്നെ വരാം. K. സുരേന്ദ്രൻ കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് നിരവധി പേർ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആഹ്ലാദിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ രജി ലൂക്കോസ് CPM അതിനകത്ത് ആഹ്ലാദിക്കുന്നതിനാണ് പ്രശ്നം. എനിക്ക് വേണമെങ്കിൽ രജി ലൂക്കോസിന് കൊടുക്കാവുന്ന ഒരേ ഒരു മറുപടി, ഈ പറയുന്ന സമയത്തും S. രാജേന്ദ്രൻ എന്ന് പറയുന്ന മൂന്നാറിൽ എത്രയോ തവണ MLA ആയിട്ടുള്ള ഒരു മനുഷ്യൻ CPM-ന്റെ പാർട്ടി നേതൃത്വത്തെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനുമായി BJP-യുടെ ദേശീയ സെക്രട്ടറി PK കൃഷ്ണദാസ് ചർച്ച നടത്തി. എന്നെ പാർട്ടി അംഗത്വത്തിലേക്ക് തിരിച്ചെടുത്തില്ലെങ്കിൽ ഈ പറയുന്ന എനിക്ക് എന്റെ നിലപാട് സ്വീകരിക്കേണ്ടി വരും എന്ന് പറയുന്നത് ഏതെങ്കിലും അനുഭാവിയല്ല.
ഏതെങ്കിലും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകനല്ല. മൂന്നാർ MLA ആയിരുന്ന രാഷ്ട്രീയ കേരളം അറിയുന്ന എസ് രാജേന്ദ്രനെ പോലൊരു മനുഷ്യൻ CPM-ന്റെ ലീഡർഷിപ്പിനോട് മാത്രമല്ല പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ CPM-നും ഇതിൽ ആഹ്ലാദിക്കാനൊന്നും വലിയ വകുപ്പൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ആളുകൾ CPM-ൽ നിന്ന് BJP-യിലേക്ക് പോയാൽ ഞങ്ങളെ സംബന്ധിച്ച് അതിൽ ആഹ്ലാദിക്കാനില്ല. കാരണം CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കും. ഞങ്ങളുടെ രാഷ്ട്രീയത്തിലേക്ക് ആളുകൾ കടന്നു വരുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. പക്ഷെ CPM-ൽ നിന്ന് BJP-യിലേക്ക് ആളുകൾ പോകുന്നതിനെ കോൺഗ്രസ്സുകാരായി ഞങ്ങൾ എന്തിനാണ് സ്വാഗതം ചെയ്യുന്നത്? ഞങ്ങൾ എന്തിനാണ് ആഹ്ലാദിക്കുന്നത്? മറിച്ച് CPM റെജി ലൂക്കോസിനെ പോലുള്ള ആളുകൾ കോൺഗ്രസ് മൊത്തം BJP-യിലേക്ക് പോകാൻ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അവരുടെ ഉള്ളിരിപ്പ് വളരെ വ്യക്തമാണ്. ഇവിടുത്തെ BJP-യുടെ ജനസ്വാധീനം വർദ്ധിക്കുന്നതോ അതിന്റെ അടിത്തറ വിപുലപ്പെടുന്നതോ ഒന്നുമല്ല അവരുടെ മുമ്പിലുള്ള അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത്. മറിച്ച് കോൺഗ്രസ് ദുർബലമാക്കണം. കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് പറയുന്ന മോഡിയുടെ ഒരു കേരള എഡിഷൻ, കോൺഗ്രസ് വിമുക്ത കേരളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. സത്യത്തിൽ ഇവർ വളരെ ചുരുങ്ങിയ വൃത്തത്തിനകത്ത് നിന്ന് ആലോചിക്കുകയും കേരളം കുറിച്ച് മാത്രം ചിന്തിക്കുകയും അത് ചുരുങ്ങി പോവുകയും ഒരു പാൻ ഇന്ത്യൻ അജണ്ട ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിന്റെ അപകടമാണ്. അപ്പോൾ ഈ കോൺഗ്രസിൽ നിന്ന് ആളുകൾ BJP-യിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ രാജസ്ഥാൻ പോലെ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്ന് BJP MP-മാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതിനെ ഏകപക്ഷീയമായി കോൺഗ്രസ് ശരി, തീർച്ചയായും ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെ ഒരു നറേറ്റീവ് പൊളിറ്റിക്കലി സൃഷ്ടിക്കപ്പെടുകയാണോ നിങ്ങൾ? മറ്റൊന്ന്, ഇപ്പോൾ കോൺഗ്രസുമായിട്ട് ഇതിൽ സംസാരിച്ചാൽ പോലും പ്രധാനപ്പെട്ട നേതാക്കൾ പോലും CPM-ന് ഉള്ളിലേക്ക് ഒരു സ്പേസ് കൊണ്ടുവരാൻ കഴിയും. അതല്ല, അവരിലൊക്കെ BJP-യിലേക്ക് പോകുന്നു എന്ന ഒരു നറേറ്റീവ് ഉണ്ടാക്കി അതിൻ്റെ പൊളിറ്റിക്കൽ ലാഭം ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? ഒപ്പം ഇതിനൊക്കെ എളുപ്പം ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള അവഗണിക്കപ്പെട്ട ദല്ലാളന്മാരുടെ സഹായം ഈ പാർട്ടിക്ക് എന്തിനാണ്? ചുരുക്കി അല്ല, അത് രസകരമായ അനുഭവം. പ്രിയപ്പെട്ട അനു ഒരു നല്ല കോൺഗ്രസ്സുകാരൻ. അനു അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പാർട്ടിയിലെ സമുന്നത നേതാക്കന്മാർ, ദേശീയ തലത്തിൽ മുൻ കേന്ദ്രമന്ത്രിമാരും 12ഓളം മുഖ്യമന്ത്രിമാരും ഏതാണ്ട് 110 ഇപ്പോൾ നിലവിലുള്ള BJP-യുടെ MP-മാര് കോൺഗ്രസിൽ നിന്ന് പോയവരാ. അവരെല്ലാം CPM അവിടുന്ന് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇടനിലക്കാരായിട്ട് കൊണ്ടാക്കിയതാണോ? കോൺഗ്രസ് ദേശീയതലത്തിൽ ദുർബലമാകരുതേ എന്നുള്ള ആഗ്രഹിക്കുന്നവരാ ഞങ്ങൾ. കാരണം അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്തത് എന്താ? കേരളത്തിൽ വന്ന്, അതായത് ഘടകകക്ഷി ദേശീയ തലത്തിൽ ഒന്നിച്ചു നിന്ന് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ അതേ മുന്നണിയോട് തന്നെ മുന്നണി പോരാളികളായിട്ടുള്ള CPM-ന്റെ നേതാക്കന്മാർക്കെതിരെ നിങ്ങളുടെ ഏറ്റവും സമുന്നതരായ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാൽ വന്ന് മത്സരിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ ഇടതുപക്ഷത്തെ ദുർബലമാക്കുമല്ലേ? നിങ്ങൾ പ്രതിപക്ഷ ഐക്യത്തിന് പാരപണിയുമല്ലേ? ഹീരുക്കളെ പോലെ നിങ്ങളുടെ നേതാക്കന്മാര് കേരളത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ആരോപണത്തിൽ എന്താ അടിസ്ഥാനമുള്ളത്? ഒരു കാര്യം ഉറപ്പ് പറയാന്ന്, ദല്ലാൾ നന്ദകുമാറിനെ പോലെ ഒരു വ്യക്തിയെ കൊണ്ട് പത്മജ വേണുഗോപാലിനോ അല്ലെങ്കിൽ അതുക്കും മേലെയുള്ള ആരെങ്കിലും വിളിപ്പിച്ച് ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഗതികേട്, അങ്ങനത്തെ ഒരു ഗതികേട് ഏതായാലും ഇടതുപക്ഷത്തിലില്ല. അയാളുടെ പേര് പുറത്തു വരാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. ഈ പറയുന്ന രണ്ടുപേരും പത്മജ വേണുഗോപാൽ EP ജയരാജനും ഇതിന് വസ്തുതകൾ നിഷേധിക്കുക ചെയ്തത്. അയാൾ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സത്യം. അയാൾ വിളിക്കും. ബ്രോക്കർമാരുടെ പണി അതില്, വസ്തു കച്ചവടക്കാരുടെ പരിപാടി അവർക്ക് കാണുമല്ലോ, അവർ പറയും. അല്ല, അത് നന്ദകുമാർ വിളിച്ചെന്നാ പറഞ്ഞത്. നന്ദകുമാർ വിളിച്ചെന്നുള്ള സത്യമായിരിക്കുന്നേ. ആരും നിഷേധിക്കുന്നു? ഒരു കാര്യം ഞാൻ അവസാന വാചകമായിട്ട് പറയാം. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ കടുത്ത കോൺഗ്രസ്സുകാരിൽ പോലും നിരവധി പേർ ഇടതുപക്ഷത്തോടൊപ്പം വരുന്നു. ന്യൂനപക്ഷ നിലനിൽപ്പിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, രാജ്യത്തെ വർഗീയപരമായിട്ട് ഭിന്നിപ്പിക്കാൻ നിയമം കൊണ്ടുവന്ന CAA കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിനെതിരെ പാർലമെന്റിൽ ആ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത കോൺഗ്രസിനെതിരെ കേരളത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ, നിഷ്പക്ഷമതികളായ ജനങ്ങൾ ഇടതുപക്ഷത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് അനുവിനെ പോലുള്ള തീർച്ചയായും. എന്തായാലും വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ്, ഒപ്പം ശ്രീ VR അനൂപ്. എന്തായാലും പാർട്ടിക്ക് പക്ഷത്തേക്ക് ഒരുപാട് പേർ നിഷ്പക്ഷർ വരാനുണ്ടെങ്കിൽ അവിടെ ഒരു ഇടനിലക്കാരൻ്റെ സഹായം പാർട്ടിക്ക് വേണ്ടതുണ്ടോ? ഒരു കൂളായി ഒരു പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ചരടുവലിക്ക് താൻ നേതൃത്വം നൽകിയെന്ന് ഒരു ദല്ലാളിന് വന്നിരുന്ന് പറയുന്നതിലെ ആ ഒരു യുക്തിരാഹിത്യമാണ് ചോദ്യം ചെയ്യപ്പെടുന്നതും അതാണ് ചർച്ചയാക്കപ്പെടുന്നത്. വളരെ നന്ദി.